വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല തമ്പോരൻ മാങ്ങയാണ് കേട്ടോ. തമ്പോരൻ മാങ്ങയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും സൂപ്പർ, നല്ല ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ലേശം മധുരവും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ച് സാധനം. എന്നിട്ട് ഇത് നമ്മൾ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ട അച്ചാറാണ് കേട്ടോ. മാങ്ങ അച്ചാർ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഇല്ലല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ മാങ്ങ അച്ചാർ. അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മാങ്ങ നല്ലതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് തൊലിയൊക്കെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. തൊലി കളയരുത്, തൊലി കളഞ്ഞ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ചും കൂടി പഴുത്ത മാങ്ങ കേട്ടോ, നല്ലതായിട്ട് വിളഞ്ഞ മാങ്ങ. നല്ല പഴുപ്പല്ല, വിളഞ്ഞ മാങ്ങയാണ്, പുളിപ്പുണ്ട്. വലിയ പുളിപ്പില്ല, തമ്പോരം മാങ്ങയ്ക്ക് പുളിപ്പില്ല. അച്ചാറിന് ഏറ്റവും ബെറ്റർ തമ്പോരം മാങ്ങ തന്നെ കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യമുള്ള സാധനം കായം വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, കറിവേപ്പില വേണം. നല്ലെണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കണം. കായപ്പൊടി അല്ല ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്, കായമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ മാങ്ങായും കൂടെ തട്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. വളരെ സിമ്പിൾ കേട്ടോ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചാൽ അച്ചാർ കേടാവാതെ കുറേ നാളിരിക്കും. ഇനി നമുക്കിത് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. അന്നേരം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മാങ്ങ അച്ചാറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അതിൽ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അന്നേരം നമുക്ക് ഈ അച്ചാർ തണുത്തതിന് ശേഷം നമുക്കിത് പാക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ബായ്.